ഹായ് വെൽക്കം ബാക്ക് അഗെയിൻ നമ്മുടെ HSAയുമായിട്ട് ബന്ധപ്പെട്ട റിവിഷൻ ടൈമാണ്. അപ്പോൾ ദ തിയറി ഓഫ് രസയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് ചെയ്യണം. സോ ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് ഐ എം റിവൈസിങ് മൈസെൽഫ്. So, theory of Rasa actually like introduced by Abhinava Gupta. Abhinava Gupta. There are three technical terms in connection with Abhinava Gupta's theory of Rasa. The number one is like a Vibhava, Anubhava, and Vebhichari Bhava. Vibhava, Anubhava, Vebhichari Bhava. So, Vibhava we can again divide into two. One is Alambhana Vibhava. And the next one is ഉദ്ദീപന വിഭവ. അപ്പോൾ ഇത് സാംസ്കൃത് ടേം ആണെങ്കിൽ നമുക്ക് മലയാളത്തിൽ ഉദ്ദീപനം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെ ആലംബന എന്താണെന്നുള്ളത് ഒരു വാക്ക് അത്യാവശ്യം പെട്ടെന്ന് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടതാണ്. സോ ആലംബന എന്ന് പറഞ്ഞാൽ ആർക്കാണ് ആ ഇമോഷൻസ് വരുന്നത്, ആ ഒരു വ്യക്തി, അതാണ് ആലംബന എന്ന് പറയുന്ന ആൾ. ആർക്കാണോ ഇമോഷൻസ് ഉണ്ടാകുന്നത്, ആർക്കാണോ ഈ ഇമോഷൻസ് എല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ ആലംബന വിഭവ, അത്തരത്തിലുള്ള സംഭവങ്ങൾ ആലംബന വിഭവ എന്ന് പറയും. ഇനി ഉദ്ദീപന വിഭവ എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങൾ, സർക്കംസ്റ്റാൻസസ്, അത് നമ്മൾക്ക് ഉണ്ടാക്കുന്നു. ഇപ്പോൾ നല്ല മനോഹരമായ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, അവിടെ നമ്മൾ ഉദ്ദീപിപ്പിക്കുന്നത് നല്ലൊരു പാട്ടാണ് അല്ലേ. അതുപോലെ തന്നെ ഒരു ഭീകരമായിട്ടൊരു സിറ്റുവേഷൻ വരുന്നു, അപ്പോൾ ഒരു ആക്സിഡൻറ്റ്, നമ്മളൊരു പെട്ടെന്നൊരു വണ്ടിയുടെ ബ്രേക്ക് പോയിട്ട് നമ്മളെല്ലാവരും എന്തിന്ന് പേടിയാവുന്നൊരവസ്ഥ, അത് ആ സിറ്റുവേഷനാണ് ഉണ്ടാക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഉദ്ദീപന വിഭവ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അനുഭാവ എന്ന് പറയുമ്പോൾ നമ്മൾ ദേഷ്യം പിടിച്ച് നമ്മളെ കൈ ഒക്കെ ചുരുട്ടി നിൽക്കുന്നില്ല, ഇത് അനുഭാവയാണ്. നമ്മൾ പല്ല് കടിക്കുന്നത് അനുഭാവയാണ്. ഓക്കെ, സോ അനുഭാവം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി എക്സ്പ്രഷൻസ്, ആക്ച്വലി ജെസ്റ്റേഴ്സ് ഓഫ് നമ്മുടെ എക്സ്പ്രഷൻസ് നമ്മൾ ജെസ്റ്റേഴ്സിലൂടെ എക്സ്പ്രസ് ചെയ്യില്ല, അതിന് അനുഭാവം എന്ന് പറയും. സോ ഇറ്റ് ഈസ് ക്ലിയർ. നമ്മൾ പറഞ്ഞു ജസ്റ്റ് ലൈക്ക് ഒരു ഷോർട്ടായിട്ട് പറയാണ്, വിഭവ, അനുഭാവ, വ്യഭിചാരി ഭാവ. അപ്പോൾ വിഭവ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ആലംബന, ഒന്ന് ആലംബന, രണ്ട് ഉദ്ദീപന. പിന്നെ ഉദ്ദീപനം കഴിഞ്ഞ് പിന്നെ നമ്മൾ വരുന്നത് അനുഭാവ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവസാനത്തത് വ്യഭിചാരി ഭാവയാണ്. വ്യഭിചാരി ഭാവ എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ രസ വരുന്നത്. സോ വ്യഭിചാരി ഭാവ എന്ന് പറയുമ്പോൾ സീരീസ് ഓഫ് ഇമോഷൻസ് ആണ്. ഇവിടെയാണ് നമ്മൾ തിയറി ഓഫ് രസയിലെ 9 രസാസ് ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ശൃംഗാര, ഹാസ്യ, രൗദ്ര, കരുണ, വീർ, ഭയാനക്, ബീബൽ, അദ്ഭുത് ആൻഡ് ശാന്ത.